നമ്മൾ ചെയിൻ റൂളിൻ്റെ രണ്ടാമത്തെ ടൈപ്പ് പ്രോബ്ലത്തിലേക്ക് പോകാം. നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ പഠിച്ചു, അതുപോലെ തന്നെ ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ഇ റേസ് ടു എക്സ് അല്ലേ? അവിടെ ലോഗ് ഇ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതാത്തതാണ്, കാരണം ലോഗ് ഇ 1 ആണ്. അപ്പോൾ നമ്മൾ ഈ ഫോർമുലയ്ക്കകത്ത് ഇങ്ങനെ എഴുതിയാൽ മാത്രം മതി, ഇ റേസ് ടു എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എസ് സ്ക്വയർ ആണെന്ന് വെച്ചു. ആദ്യം അപ്പം എന്താണ് ഈ ഇ റേസ് ടു എക്സിൻ്റെ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ആദ്യമേ എഴുതുന്നു അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഇ റേസ് ടു എസ് സ്ക്വയർ എന്ത് ചെയ്യണം? ആദ്യം അത് അങ്ങനെ തന്നെ എഴുതണം. അപ്പം എന്തായിരിക്കും മക്കളെ നമ്മുടെ ആൻസർ? ഇ റേസ് ടു എസ് സ്ക്വയർ എഴുതും. തീർന്നോ? ഇല്ല. ഇവിടെ നമ്മൾ ആ എസ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഫങ്ഷൻ ഏതാ? എക്സിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഫങ്ഷൻ എസ് സ്ക്വയർ അല്ലേ? അപ്പോൾ അവിടെ ഏതിൻ്റെ ഡെറിവേറ്റീവോടെ എടുക്കണം? എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഈ എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2x. സിമ്പിളാണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക, ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു സൈൻ എക്സ് ആണെന്ന് വെച്ചു. ആദ്യമേ ഫസ്റ്റ് വേണം എന്ത് എഴുതണം? നമ്മുടെ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എഴുതണം അല്ലേ? അപ്പോൾ ഏത് വരും? ഇ റേസ് ടു സൈൻ എക്സ് അങ്ങനെ തന്നെ വരും. പിന്നെ എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പം ഏതിൻ്റെ ഡെറിവേറ്റീവോടെ വരും? ഈ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവോടെ വരും. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എന്താ പഠിച്ചത്? കോസ് എക്സ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് 2 പ്രാവശ്യം പറഞ്ഞു പഠിച്ചോളണം. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എക്സ്. ദെൻ അടുത്ത അനദർ എക്സാമ്പിൾ നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു കോസ് എക്സ് ആണെന്ന് വെച്ചു. ഡെറിവേറ്റീവ് എന്നാ വരും? ആദ്യമേ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരും. അപ്പം ഇ റേസ് ടു കോസ് എക്സ് വരും. പിന്നെ എന്തിൻ്റെ ഡെറിവേറ്റീവോടെ വരും? ഈ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ? കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? സൈൻ എക്സ്. അപ്പം നമ്മൾ മൈനസ് ഉണ്ട്, ആ മൈനസ് എപ്പോഴും നമ്മൾ നടുക്ക് കൊണ്ട് കൊടുക്കരുത്. ആദ്യം ആൻസറിൻ്റെ ആദ്യം കൊടുക്കുക. നമുക്ക് അറിയാം ഈ ഡെറിവേറ്റീവിനകത്ത് ക്വസ്റ്റ്യനകത്ത് സി വന്നാൽ ആൻസറിൽ എപ്പോഴും എന്ത് വരും? മൈനസ് വരും. അപ്പം നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. അപ്പം ആ വാല്യൂ കൊടുത്തു. എൻ്റെ ആൻസറായി. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ്. ആദ്യം എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എടുത്തെഴുതണം അല്ലേ? അപ്പം എന്ത് വരും? ഈ ഇ റേസ് ടു ടാൻ ഇൻവേഴ്സ് എക്സ് അങ്ങനെ തന്നെ വരും. പിന്നെ എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇവിടെ ഏതിൻ്റെ ഡെറിവേറ്റീവ് വരും? ഈ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വരും. ആ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എന്താ പഠിച്ചേക്കണേ? 1/1 + എസ് സ്ക്വയർ. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 + എസ് സ്ക്വയർ. അത് ആൻസറായി. സിമ്പിളായിട്ടുള്ള കാര്യമുള്ളൂ ഇവിടെ. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഡി ബൈ ഡി എക്സ് ഓ ഇ റേസ് ടു റൂട്ട് എക്സ് ആണെന്ന് വെച്ചു. അപ്പോൾ എന്ത് വരും? റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1/2 റൂട്ട് എക്സ്. അപ്പോൾ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ത് വരും? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഇ റേസ് ടു റൂട്ട് എക്സ് അങ്ങനെ തന്നെ വരും. പിന്നെ എന്തോടെ വരും? ഈ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സോടെ വരും. ക്ലിയർ ആയല്ലോ? വളരെ സിമ്പിളാണ് അല്ലേ? ദെൻ അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഡി ബൈ ഡി എക്സിന് പകരം വൈ എന്ന് തരാം. വൈ ഈക്വൽ ടു ഇ റേസ് ടു കോസ് ഇൻവേഴ്സ് എക്സ് ആണെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതും. എല്ലാത്തിനും അങ്ങനെ എഴുതാം നമുക്ക്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ആദ്യം ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എഴുതണം. ഇ റേസ് ടു കോസ് ഇൻവേഴ്സ് എക്സ് അങ്ങനെ തന്നെ വരും. അപ്പം ഇ റേസ് ടു കോസ് ഇൻവേഴ്സ് എക്സ് വരും. ഇനി ഏതിൻ്റെ ഡെറിവേറ്റീവ്? എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇവിടെ ഏതിൻ്റെ ഡെറിവേറ്റീവാണ് വരണത്? കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ? അതെന്താ നമ്മൾ പഠിച്ചേക്കണേ? -1/√1 - എസ് സ്ക്വയർ. ദെൻ ആൻസറായി. Then another example, 7th question. Y equal to e raised to log x. എന്താ നമുക്കറിയാം? ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇ റേസ് ടു ലോഗ് എക്സ് അങ്ങനെ തന്നെ വരും. പിന്നെ എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഏതിൻ്റെ ഡെറിവേറ്റീവോടെ വരും? ഈ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എന്താ പഠിച്ചേക്കണേ? 1/x. ദെൻ ആൻസറായി. ദെൻ നെക്സ്റ്റ് നമുക്ക് മൂന്നാമത്തെ ഇക്വേഷനിലേക്ക് പോകാം. നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എന്ന് പറഞ്ഞാൽ എന്താ? n × x റേസ് ടു n - 1.
ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ വെച്ച് എങ്ങനെ ചെയിൻ റൂളിലെ പ്രോബ്ലം നോക്കാമെന്ന് പറയാം. ഇത് നമുക്ക് പാരാമെട്രിക്കിനകത്തും ഹയർ ഡെറിവേറ്റീവിനകത്തും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ചെയിൻ റൂളിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഒന്നാമത് നോക്കാം, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 5. എന്താ നമ്മൾ പഠിച്ചേക്കണേ? 5 ഇൻറ്റു എക്സ് റൈസ് ടു ഒരു നമ്പർ കുറയും അല്ലേ? ഈ 5 ഇപ്പുറത്തേക്ക് പോരും, ഇതിൻ്റെ പവർ 1 കുറയും. അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 8 ആണ്. എന്തായിരിക്കും? 8 ഇൻറ്റു ഈ 8 ഇപ്പുറത്തേക്ക് പോരും, എക്സിൻ്റെ പവർ 1 കുറയും, എക്സ് റൈസ് ടു 7 വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 9 എന്തായിരിക്കും? ഈ 9 ഇപ്പുറത്തേക്ക് പോരും, എക്സ് റൈസ് ടു ഒരു പവർ കുറഞ്ഞ് 8 വരും. അവിടെ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആയതുകൊണ്ട് നമ്മൾ എഴുതുന്നില്ല അല്ലേ? ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു ക്വസ്റ്റിനോടെ ചെയ്യാം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു -8 ആണെങ്കിൽ എന്താ പഠിച്ചേക്കണേ? ഈ -8 ഇപ്പുറത്തേക്ക് പോരും, എക്സിൻ്റെ പവർ 1 കുറഞ്ഞ് -9 ആവും അല്ലേ? അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ വലിയ പ്രോബ്ലത്തിനകത്തേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദെൻ അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. നമുക്ക് ഹയർ ഡെറിവേറ്റീവിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഈ ടൈപ്പ് പ്രോബ്ലം. എങ്ങനെ എഴുതാം? അതിനകത്ത് നമ്മുടെ റൂൾ അനുസരിച്ച് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു, കണ്ടോ ഇവിടെ കിടക്കുന്ന പവർ നേരെ ഇപ്പുറത്തേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ ഈ 2 നേരെ ഇവിടെ വരും. 2 സൈൻ ഇൻവേഴ്സ് എക്സ്, പവർ 1 കുറയും അല്ലേ? പിന്നെ എന്ത് വരും? എക്സ് ഒഴിച്ച് എന്തു വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ നമ്മൾ ശരിക്കും ഏതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ എടുക്കണം? ഏതിൻ്റെ ഡെറിവേറ്റീവാ? ഈ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവോടെ വരും അല്ലേ? അപ്പോൾ എന്തായിരിക്കും സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ്? 1/√1 - s². നമ്മൾ പഠിച്ചേക്കണെയാണ്. എന്താണ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ്? 1/√1 - s². അങ്ങനെയാണെങ്കിൽ ഇതേ സെയിം രീതിയിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. y ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ. എങ്ങനെയായിരിക്കും? ആദ്യമേ ഈ 2 നേരെ ഇപ്പുറം വരും അല്ലേ? അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് ദ ഹോൾ റൈസ് ടു 1. അതായത് ഈ 2 നേരെ ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ 2 ടാൻ ഇൻവേഴ്സ് എക്സ്, പവർ 1 എഴുതിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഏതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം? ആ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം അല്ലേ? അതെന്തായിരിക്കും മക്കളെ? 1/1 + s². ഇക്വേഷൻ പഠിക്കുക എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. y ഈക്വൽ ടു log x ദ ഹോൾ സ്ക്വയർ. അവിടെ നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഏത് ഇപ്പുറത്തേക്ക് വരും? ഇവിടെ കിടക്കണ പവർ നേരെ ഇപ്പുറം വരും. അപ്പോൾ therefore ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 2 log x. പിന്നെ പവർ 1 കുറച്ച് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ഏതിൻ്റെ ഡെറിവേറ്റീവ് വരും? ഈ log എക്സിൻ്റെ ഡെറിവേറ്റീവ്. അതെന്തായിരിക്കും? 1/x. log എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/x. ഓരോ ഇക്വേഷനും അവിടെ എഴുതുന്നില്ല, നിങ്ങൾ ഇക്വേഷൻ എഴുതി വെച്ചേക്കണം. നന്നായിട്ട് പഠിച്ചിട്ടേ പ്രോബ്ലം ചെയ്യാൻ പോളൂ കേട്ടോ. ഇനി നമുക്ക് 8th ക്വസ്റ്റ്യൻ നോക്കാം. y ഈക്വൽ ടു സൈൻ ക്യൂബ് എക്സ്. ഇവിടെ നോക്കിയാൽ വെച്ചെങ്കിൽ സൈൻ ക്യൂബാണ് വന്നേക്കണേ അല്ലേ? അപ്പോൾ നമ്മുടെ പ്രോബ്ലം അനുസരിച്ച് ഇത് നേരെ ഇപ്പുറം വരും. അപ്പോൾ എന്തായിരിക്കും? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 3. ഇത് നേരെ ഇപ്പുറം വരുമ്പോൾ 3 വരും. അതിൻ്റെ പവർ 1 കുറയും. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ്. തീർന്നോ? എക്സ് ഒഴിച്ച് എന്ത് വന്നാലും അതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ? അപ്പോൾ ഏതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം? ഈ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കൂടെ വരും. അപ്പോൾ അതെന്ത് വരും? കോസ് എക്സ് വരും. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ്. ആൻസർ ആയി കഴിഞ്ഞു. ദെൻ അടുത്ത 9th ക്വസ്റ്റ്യൻ നോക്കാം. y ഈക്വൽ ടു കോസ് ക്യൂബ് എക്സ്. എന്തായിരിക്കും അതിൻ്റെ ഡെറിവേറ്റീവ്? തന്നെ പറഞ്ഞു നോക്കി. 3 നേരെ ഇപ്പുറം വരും. അപ്പോൾ എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 3 കോസ് സ്ക്വയർ എക്സ്. കാരണം ഇവിടുത്തെ പവർ 1 കുറയും. പിന്നെ എന്തിൻ്റെ ഡെറിവേറ്റീവ് അവിടെ വരും? ഈ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് അവിടെ വരും. ദെൻ ആൻസർ ആയി കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ?